ഹലോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളിയിലാണ്. സോഷ്യൽ മീഡിയയിലെ തരംഗമായ ഒരു കുഞ്ഞു കുട്ടിയുമായിട്ട് ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അതിനുവേണ്ടി വന്നിരിക്കുകയാണ്, അവളെ കാണാനായിട്ട് അവളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ്. അവളുടെ പേര് ഐഷ. അപ്പോൾ നമുക്ക് ഐഷയെ കണ്ട് കുറച്ച് സംസാരിക്കാം, കുഞ്ഞു വർത്തമാനങ്ങളൊക്കെ ഒന്ന് പറയാം. അപ്പൊ മോളെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. ഈയിടയ്ക്ക് വല്ല യാത്രയും ചെയ്തോ? ഈ അടുത്ത് കണ്ണൂർ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഒരു ബാലസംഘത്തിന്റെ. പരിപാടി കഴിഞ്ഞു, 2 ദിവസം മുമ്പ് വന്നേ ഉള്ളൂ. അപ്പൊ എപ്പോഴും തിരക്കാണല്ലേ? അതെ, പ്രോഗ്രാം ഒക്കെ വരാറുണ്ട്. ഇപ്പം മോള് 4ാം ക്ലാസ്സില്, ഇനി 5ലോട്ട്. ഇനി 5ലോട്ടാണ്. അപ്പൊ ഒരു LP വിദ്യാർത്ഥിയുടെ വീഡിയോകളായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര അതിശയം തോന്നുന്നുണ്ട് കേട്ടോ. മോളുടെ എല്ലാ പ്രോത്സാഹനവും ചെയ്ത് കൂടെ നിൽക്കുന്ന ആരാ? പപ്പായാണോ? സപ്പോർട്ടാണ്. ഇവിടെ സ്വല്പം ചൂടുണ്ട്, നമുക്ക് വെളിയിലോട്ട് ഇറങ്ങി സംസാരിച്ചാൽ. നമ്മൾ അതിനകത്തുനിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് നല്ല ഒരു കുളിർമയുണ്ട്, നല്ല സുഖം ഇവിടെ ഇരിക്കാൻ, നല്ല തണുപ്പുണ്ട് അല്ലേ? അപ്പം നമുക്കിനി കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അഭിഷേക് സാറിന്റെ വീഡിയോ എല്ലാം അനുകരിക്കുവോ? ഇല്ല, എല്ലാം ഒന്നുമില്ല. ഞാൻ അനുകരിക്കുന്ന ഏറ്റവും കൂടുതൽ അഭിഷേക് സാറിന്റെ, എല്ലാം സാറിനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ട് സാർ എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് ഒരു ദിവസം. ഞാൻ വാടക വീട്ടിലായിരുന്നപ്പോ സാറ് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞ സന്തോഷമായിട്ട് ഞാൻ കരഞ്ഞേരെ പോയി. പിന്നെ വേറെ ദിവസം സാറിന് കൊല്ലത്തൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ കൊല്ലം അടുത്തായതുകൊണ്ട് സാർ എന്നെയും പ്രോഗ്രാമിന് വിളിച്ചു. അങ്ങനെ എന്നെ അവിടെ സ്റ്റേജിൽ വിളിച്ച് സംസാരിപ്പിക്കുകയൊക്കെ ചെയ്തു. മോള് ഏത് സ്കൂളിലാ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന? ഏത് സ്കൂളാ പഠിച്ചോണ്ടിരിക്കുന്നത്? CMS LPSലായിരുന്നു. ഇനി കോവൂർ UPSലോട്ട് പോവുകയാണ്. അതാണ് അജിത് സാറിന്റെ അല്ലേ? അവിടെ മോളൊരു സ്റ്റേജില് ഞാൻ കണ്ടല്ലോ, അതെന്തായിരുന്നു അവിടെ? അത് ആനുവൽ ഡേക്ക് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ സദാശിവം പിള്ള സാറിന്റെ കെയർ ഓഫില് ഒരു ഗുരുശ്രേഷ്ഠയുടെ ഇതിനും പങ്കെടുത്തിട്ടുണ്ട്. മോള് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടാലേ അതെങ്ങനെ അത് മനസ്സിൽ കുറച്ചു നേരം 2-3 തവണ കേക്കുവോ? അതായത് ഇപ്പൊ അഭിഷേക് സാറിന്റെ ആണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം, ഞാൻ സാറിന്റെ എളുപ്പം ഞാൻ പഠിക്കും കേട്ടോ. അഭിഷേക് സാറിന്റെ അത് എനിക്ക് ഇഷ്ടത്തോടെ ഞാൻ എളുപ്പം അങ്ങ് പഠിക്കും. സാറിനെ ഞാന് അത് കുറച്ചു നേരം കേൾക്കും, എന്നിട്ട് അതിന്റെ കൂടെ ആ കാര്യങ്ങൾ ഇങ്ങനെ കറക്റ്റ് പറഞ്ഞ് ആ ലിപ്പ് കറക്റ്റ് ആക്കി ടൈമിങ്ങും കറക്റ്റ് ആക്കിയതിനു ശേഷം. അത് നീ തന്നെയാണോ ഇതെല്ലാം ചെയ്യുന്നത്? അതോ പപ്പായും കൂടുവോ? പപ്പയുണ്ട്, വീഡിയോ ഒക്കെ എടുത്തു തരാൻ പപ്പയുണ്ട്. വീഡിയോ എടുക്കുവല്ല, ആ കറക്റ്റ് ടൈമിൽ വരണ്ടേ? അത് 1-2 തവണ വേണമെങ്കിൽ അപ്പൊ അവിടെ ഇതാണെന്ന് പറഞ്ഞ് ശരിയാക്കിയൊക്കെ തരും. ഏതായാലും ഇപ്പോ പിന്നെ ഫേസ്ബുക്കില് 4 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടല്ലേ? അത് കൂടുതലായി. അതിൽ കൂടുതലായി. ഇതെല്ലാം പ്രോത്സാഹനം ചെയ്തു തരുന്നത് പപ്പായ അല്ലേ? പപ്പയുണ്ട്, ഫാമിലി ഫുള്ള് സപ്പോർട്ടായിട്ട് നിൽക്കും. പപ്പയാണ് കൂടുതലും. പപ്പയാണ് വീഡിയോ എടുക്കുന്നത്, എഡിറ്റ് ചെയ്യുന്നതും പപ്പ തന്നെയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, പിന്നെ നിങ്ങള് 3 മക്കള്? ഞാൻ ഏറ്റവും ഇളയത്. ചേച്ചി എത്രയിലാണ്? ചേച്ചി 8ല്, ഇനി ചേട്ടന് 10ലോട്ട്. മോള് ഇനി 5ലോട്ട് അല്ലേ? എങ്ങനെയുണ്ടോ പഠിത്തമൊക്കെ? നന്നായിട്ട് പോകുന്നു. ചേട്ടനുണ്ടോ ഈ ടാലന്റ്? ചേട്ടനും 3 പേരൊക്കെ ഉള്ള വീഡിയോ ഒക്കെ ഉണ്ട്. കണ്ടിട്ടുണ്ടോ? ഇല്ല. 3 പേരുള്ള വീഡിയോ ഒക്കെ ഉണ്ട്. എന്നാ ഇനി ഒന്നുകൂടെ നോക്കണം. എനിക്ക് ഈ ഓരോടത്ത് ചെന്ന് നീ പ്രസംഗിക്കുന്നതൊക്കെ കാണുമ്പം അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ നീ എത്ര നേരം സംസാരിക്കും മോളെ സ്റ്റേജിലൊക്കെ ചെന്നാലേ? ചെറിയൊരു വേദിയാണെങ്കിൽ ഞാൻ അങ്ങനെ കൂടുതൽ സംസാരിക്കാറില്ല. അപ്പം ഞാൻ സാധാരണ ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള 1 മണിക്കൂർ. 1 മണിക്കൂറൊക്കെ സംസാരിക്കാൻ നിനക്ക് ഓർമ്മയുണ്ടോ? എന്തൊക്കെ പറയണമെന്ന്?
അതൊക്കെ ഓർത്ത് വെച്ചേക്കും. ഞാൻ ഓരോ പോയിന്റ് എന്തൊക്കെയാണ് പറയാനുള്ളതെന്ന് മനസ്സിൽ ഓർക്കുന്നതൊക്കെ സ്റ്റേജിൽ ചെല്ലുമ്പം അത് ഓർമ്മ വരുവോ? വരാറുണ്ട്. ഒരു സ്റ്റേജിൽ ചെന്ന് നിൽക്കുമ്പം ഒരു ഭയമുണ്ടോ? എന്നെക്കായി മൂത്തവ ആണല്ലോ, അങ്ങനെയൊന്നും ഇല്ലല്ലേ? ആദ്യമായിട്ട് ഞാൻ പരിപാടിക്ക് പോയത് ലിബാസ് എന്ന് പറയുന്നത് ഇവിടെ അടുത്തുള്ള ഒരു ഓപ്പണിംഗ്. അന്നാണ് ഞാൻ ആദ്യമായിട്ട് പ്രസംഗിക്കുന്നത്, ആദ്യമായിട്ട് വേദിയിൽ പ്രസംഗിക്കുന്നത്. പക്ഷെ അന്ന് ചെറിയൊരു പേടിണ്ടായിരുന്നു, ആദ്യമായിട്ടല്ലേ. അന്ന് ചെറിയൊരു പേടിണ്ടായിരുന്നു. പക്ഷെ ഞാൻ നന്നായിട്ട് പറഞ്ഞു. അപ്പൊ എനിക്ക് കോൺഫിഡന്റ് കിട്ടി. നേരത്തെ എല്ലാം പോയിന്റുകൾ ഓർത്തിരിക്കുക, അവിടെ ചെല്ലുമ്പം ഓരോ പോയിന്റിനും വേണ്ടേ പിന്നെ വിശദീകരിച്ച് പറയുക അല്ലേ? ഇപ്പൊ കുട്ടികളാണെങ്കിൽ അവർക്ക് പറ്റിയത് ഞാൻ പറഞ്ഞു കൊടുക്കും, വലിയവരാണെങ്കിൽ അവർക്ക് പറ്റിയത് പേരൻസിന് പറഞ്ഞു കൊടുക്കും. ആരെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ? അത് ഞാൻ പാലക്കാട് ഒരു പ്രോഗ്രാമിന് പോയിരുന്നു, ഒരു സ്കൂളിന്റെ ആനുവൽ ഡേക്ക്. അവിടെ ഞാൻ കുറച്ചു നേരം സ്പീച്ച് ചെയ്തു. എന്നിട്ട് കുട്ടികൾ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുന്നത് ഞാൻ ആൻസർ പറയാം, എന്റെ വീഡിയോയെ കുറിച്ച് അതുപോലുള്ള കാര്യങ്ങളെയൊക്കെ കുറിച്ച്. അപ്പൊ അങ്ങനെ ചോദ്യം ചോദിക്കുന്ന അനുസരിച്ച് ഞാൻ അങ്ങ് ആൻസർ പറയും. മോള് ഇപ്പം പിന്നെ എത്ര സ്റ്റേജ് കഴിഞ്ഞു? സ്റ്റേജ് അത്യാവശ്യം ഞാൻ കുറെ കഴിഞ്ഞു. അപ്പൊ ആളുകളൊക്കെ മോളെ തിരിച്ചറിയുന്നുണ്ടോ? ഇപ്പൊ ഞാനിടുന്ന വേഷം ഇതാണല്ലോ, ജീൻസും അതൊക്കെ ഇടുമ്പോ അവർക്ക് എളുപ്പം മനസ്സിലാവും. അല്ലാത്ത ഡ്രസ്സാണെങ്കിൽ അവരിങ്ങനെ ആലോചിച്ചിരിക്കും, ഇത് ആ കുട്ടിയാണോന്ന്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിക്കും, മറ്റേ ആ കുട്ടിയാണോ? അപ്പൊ ഞാൻ പറഞ്ഞു ഏത് കുട്ടിയെന്ന് ചോദിക്കും. അത് പറയും യൂട്യൂബിലൊക്കെ. അത് ഞാൻ പറയാം. യൂട്യൂബിലുണ്ടോ? യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, അതുപോലെ ഞാന് ഫേസ്ബുക്കാ ആശാനും പിള്ളേരും. ആശാനാരാ? ചുമ്മാ കിട്ടുകയാണോ? ആശാനും പിള്ളേരും എന്ന് പറഞ്ഞാൽ വാപ്പ ഉദ്ദേശിച്ചിട്ടാ. ആണോ? വാപ്പയാണ് ആശാൻ. സംഭവം എന്ന് വെച്ചാൽ ആശാന്റെ കൂട്ടുകാരെപ്പോഴും ഇങ്ങനെ ആശാനൊക്കെ വിളിക്കുമായിരുന്നു. ആണോ? അപ്പൊ അത് കേട്ടിട്ട് ഞങ്ങൾ ആശാനും പിള്ളേരും ഞങ്ങൾ 3 പേര് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ മോള് 4ാം ക്ലാസ് വരെ ഈ CMS LPS അല്ലേ? അപ്പൊ 4 ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അല്ലേ? അവരൊക്കെ എന്ത് പറയും മോളെ കുറിച്ച്? ഒത്തിരി അഭിമാനത്തോടെ സംസാരിക്കത്തില്ലേ? 4 ടീച്ചേഴ്സ് എന്നല്ല, എല്ലാ ടീച്ചേഴ്സും എന്നെ പഠിപ്പിക്കാറുണ്ട്. എല്ലാരെയും ടീച്ചേഴ്സ് ഒക്കെ ഫുൾ സപ്പോർട്ടാണ്. ഓരോ പരിപാടി കഴിഞ്ഞ് വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി എന്നൊക്കെ ചോദിക്കും, വിശേഷമൊക്കെ ചോദിക്കും. അതുപോലെ എന്ത് വീഡിയോ എടുക്കാനാണെങ്കിലും ടീച്ചേഴ്സ് സപ്പോർട്ടായിട്ടിരിക്കും. എനിക്ക് കൂട്ടുകാരായിട്ടാണെങ്കിലും വീഡിയോ എടുക്കണമല്ലോ. അപ്പൊ ടീച്ചേഴ്സ് സ്കൂളിൽ വന്നാലും ടീച്ചേഴ്സ് അതിനും ഫുള്ള് സപ്പോർട്ടായിട്ടിരിക്കും. അതുപോലെ ഞാൻ യാത്രക്കൊക്കെ പോകുമ്പോഴും കാണാറുണ്ട് ഇങ്ങനെ കുറെ. ഇപ്പൊ കണ്ണൂർ പോയപ്പോഴും ഒരാൾ എന്നെ വന്നിട്ട് ഐഷുട്ടി അല്ലേ എന്നൊക്കെ ചോദിച്ചു. സ്റ്റേഷനിൽ നിന്നൊക്കെ കാണാറുണ്ട് ട്രെയിനിൽ. അപ്പൊ ആളുകളൊക്കെ തിരിച്ചറിയുന്നു അല്ലേ? അറിയുന്നുണ്ട്. മോളുടെ വീഡിയോയിലെ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഏതാ? ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള അത് ഈ അടുത്ത് നമ്മുടെ നിതിൻ രാജിന്റെ ഒരു സംഭവം നടന്നില്ലായിരുന്നു? നിതിൻ രാജിന്റെ ആ സംഭവത്തിൽ ഞാൻ അതുമായിട്ട് ഇതാക്കിയിട്ട് ഒരു വീഡിയോ ചെയ്തു. അതിന്റെ അകത്ത് ജനഗണമന സിനിമയിൽ ഇതുപോലെ കോടതിയുടെ ഒരു സീൻ ഉണ്ടല്ലോ. അപ്പൊ ഞാനത് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാക്കി പൃഥ്വിരാജിന്റെ. അപ്പൊ ആ സീൻ ചെയ്തപ്പോ അത് ഒറ്റ ദിവസം കൊണ്ട് 1.5 മില്യൺ ആളുകൾ കണ്ടു അല്ലേ? ഓ കൊള്ളാം, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അപ്പോ യൂട്യൂബിലും ഇല്ലേ? യൂട്യൂബിലുണ്ട് ആശാനും പിള്ളേരും. അതും ആശാനും പിള്ളേര് ഇംഗ്ലീഷ്, ഫേസ്ബുക്കിലുള്ളത് മലയാളം ആശാനും പിള്ളേരും. അല്ല, യൂട്യൂബിൽ ഇംഗ്ലീഷിലാണോ? ആശാനും പിള്ളേരും. മലയാള ഫേസ്ബുക്കിലാണ്. ഇൻസ്റ്റയിലില്ലേ? ഇൻസ്റ്റയില് ഐഷ ആനടിയിൽ. ഐഷ ആനടി. അപ്പൊ വലുതാകുമ്പോ എന്നാ ആകണമെന്നൊരാഗ്രഹം കാണുമല്ലോ എന്തേലും? എനിക്ക് നല്ലൊരു മനുഷ്യനായാൽ മതി. നല്ലൊരു മനുഷ്യനായാൽ മതിയോ? കാരണം ഒരു നല്ല മനുഷ്യന് നല്ല ഡോക്ടർ ആകാൻ പറ്റും, നല്ല ടീച്ചർ ആകാൻ പറ്റും, നല്ല കളക്ടറും അതുപോലെ എഞ്ചിനീയർ ഒക്കെ ആകാൻ പറ്റും. എനിക്ക് നല്ലൊരു മനുഷ്യനാവുക എന്നതാണ് ലക്ഷ്യം. എനിക്ക് അല്ലാതെ ഇപ്പൊ നോക്കുവാണെങ്കിൽ എനിക്ക് IAS കോച്ചാണ് ഇഷ്ടം. ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം തരുന്ന ആരാ? പപ്പായല്ലേ? അപ്പൊ പപ്പായുടെയും കൂടെ ഒരു 2 വാക്ക് ഒന്ന് ചോദിക്കട്ടെ, എങ്ങനെയായതെന്ന്. മറ്റു പിള്ളേർക്കും ഒരു പ്രചോദനമല്ലേ? മോളെ കണ്ട് ഇപ്പൊ എത്രയോ പിള്ളേർ പഠിക്കുന്നുണ്ട് ഇതുപോലെ ചെയ്യാനും ഒക്കെ അനുകരിക്കാൻ. വാ, പപ്പായും കൂടെ ഇങ്ങോട്ട് വന്നേ. പേരെന്താ പറഞ്ഞേ?
പേര് ആശാൻ. ആശാനെന്ന് വിളിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം അല്ലേ ആശു? ആര് വിളിക്കുന്നത്? എല്ലാരും ആശാനാണ് വിളിക്കുന്നത്. അതെന്നാ ആശും വിളിക്കുന്ന ആശാൻ എന്നാണ്. അതെന്നാ അങ്ങനെ പേര് വന്നേ? ആശാൻ എന്ന് പറഞ്ഞാൽ ആശാനാണല്ലോ എല്ലാം കളരി പഠിപ്പിക്കുന്നത്. ആ അപ്പൊ ഈ ഇതൊരു അഭ്യാസമല്ലേ, സോഷ്യൽ മീഡിയയിലെ അഭ്യാസങ്ങൾ അല്ലേ എങ്ങനെ? അപ്പൊ അഭ്യാസങ്ങള് അപ്പൊ ആശാനും പിള്ളേരുടെയും വീഡിയോകളിലെ ആശാൻ ഇതാണ് അല്ലേ? അപ്പോ ഈ ആശാൻ എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അറിയാമെങ്കിലും ആശാനെ ആശാനും പിള്ളേരാണ്. പിന്നിലൊരു ആശാനുണ്ട്. ഈ ആശാൻ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഒരു വീട്ടിലും ഈ ആശാനാണ് വീരൻ ആശാനെ ആരും കണ്ടിട്ടില്ല. കാണാൻ കുറെ ശ്രമിച്ചിട്ട് പലരും കമന്റ് ഇടാറുണ്ട് ആശാനെ കാണിക്കുന്നത്. നമ്മള് ഇതുവരെ കണ്ടു. അപ്പൊ നമ്മൾ എന്റെ AK വ്ളോഗ്സിലൂടെ ആശാനെ ഞാൻ കാണിച്ചു തരികയാണ്. ആദ്യമായിട്ടാണ് ആശാൻ ഇവിടെ എക്സ്പ്ലോർ ആവുന്നത്. അപ്പൊ ആശാനും പിള്ളേരും എന്നുള്ള ആ പേരിലെ ആശാനാണ് നമ്മുടെ ഐഷുക്കുട്ടിയുടെ പപ്പ. ഈ ടാലന്റ് എപ്പോഴായത് മനസ്സിലായത് ഇവക്ക് ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന്? ഈ ടാലന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക കഴിവൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഇത് കഴിവുകൾ എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ഒരു കുട്ടിക്ക് പ്രത്യേക കഴിവൊന്നുമില്ല. പക്ഷെ കഴിവുകൾ നമ്മൾ കണ്ടാല് അതിന് നമ്മൾ മിനുക്കി എന്താ പറയാ അങ്ങനെ എടുക്കാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ചെറിയ വീഡിയോ ഒക്കെ അവൾ അനുകരിക്കുമായിരുന്നു. കാണുന്ന റീൽസ് ഒക്കെ അതേപോലെ അനുകരിക്കാൻ ശ്രമിക്കും. അപ്പൊ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കല് ചെയ്യാൻ തുടങ്ങി, ചില വീഡിയോ ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം പിന്നെ ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ഒരു വീഡിയോ കണ്ടാൽ അതിന്റെ ഡയലോഗുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് പറയാൻ പറ്റും. അതൊരു അതാണ് അവളുടെ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. ലിപ്പ് കറക്റ്റ്, അതുപോലെ എക്സ്പ്രഷൻ കറക്റ്റ് ചെയ്യും. സാധാരണ പലരും ചെയ്യുന്ന വീഡിയോയിൽ ചിലർ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫാസ്റ്റ് ആക്കും. ഈ ലിപ്പ് കറക്റ്റ് ആക്കാൻ വേണ്ടി ഡയലോഗിന്റെ കൂടെ ആവാൻ വേണ്ടിയിട്ട് വീഡിയോ ഫാസ്റ്റ് ആക്കി വിടും. അങ്ങനെയാണ് പലരും ഈ വീഡിയോ അങ്ങനെ ചെയ്യാറുണ്ട്, ഇമിറ്റേറ്റ് ചെയ്യുന്ന വീഡിയോ അങ്ങനെ. പക്ഷെ ഐശ്വര്യ വീഡിയോ എല്ലാം കറക്റ്റ് ആ മീറ്ററിലാണ്, വീഡിയോ എങ്ങനെയാണോ ഒറിജിനൽ ആ മീറ്ററിലാണ് പോകുന്നത്. അപ്പം കറക്റ്റ് ലിപ്പ് അങ്ങനെ തന്നെ കൊടുത്തു പോകും. ചിലപ്പോൾ കുറേ ടേക്ക് എടുക്കേണ്ടി വരും. ചില സമയങ്ങളിൽ രാത്രിയിലൊക്കെ ഐശ്വര്യന് തൃപ്തി ആയാലേ അവള് മതിയെന്ന് പറയത്തുള്ളൂ. അവള് പറയണം എനിക്ക് ഓക്കെയാണ്. ചിലപ്പോൾ രാത്രിയൊക്കെ ഉറങ്ങാതിരുന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. അഭിശാസ്ത്രന്റെ വീഡിയോ ഒക്കെ കുറെ ടേക്ക് എടുത്ത് ഏറ്റവും കൂടുതൽ വീഡിയോ എടുക്കുന്നത് രാത്രി സമയത്താണ്. അപ്പോഴാണ് ഫ്രീ ആവുന്നത്. ഒരുപാട് ടേക്ക് എടുക്കും. അവർക്ക് 100% സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷം മതിയെന്ന് പറയത്തുള്ളൂ. ഞാൻ പറയും മതി മോളെ, ഇത് മതി എന്ന് പറഞ്ഞാലും അവൾ സമ്മതിക്കത്തില്ല. ഒന്നുകൂടെ എടുക്കാം, ഒന്നുകൂടെ നമുക്ക് പോവാന്ന് പറഞ്ഞ് അങ്ങനെ വീണ്ടും പോയി കറക്റ്റ് മതി എന്ന് പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ റെഡി ആയെന്ന് പറയാൻ സമ്മതിക്കത്തുള്ളൂ. റെഡി ആയെന്ന് പറഞ്ഞാല് തൃപ്തിയാകത്തുള്ളൂ, അന്നേരം വീഡിയോ എടുക്കുള്ളൂ. പപ്പയാണ് ഈ വീഡിയോ എല്ലാം എടുക്കുന്നത് അല്ലേ? എഡിറ്റ് ചെയ്യുന്നതും എല്ലാം ഫോണിൽ തന്നെ എടുത്ത് ഫോണിൽ എഡിറ്റ് ചെയ്ത്. പിന്നെ പ്രസംഗത്തിന്റെ രീതി എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യമൊക്കെ ഈ പ്രഭാഷണങ്ങളായിരുന്നു അവള് കുറച്ച് ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ VK സുരേഷ് ബാബു സാറിന്റെ പ്രസംഗമൊക്കെ. VK സുരേഷ് ബാബു എന്ന് പറഞ്ഞ കണ്ണൂരുള്ളൊരു പ്രഭാഷകനുണ്ട്, നല്ല പ്രസംഗമുണ്ട് പുള്ളിയുടെ. അപ്പൊ അതൊക്കെ അവള് പറയാൻ തുടങ്ങി. അങ്ങനെ ചില സ്റ്റേജുകളിൽ പരിപാടിക്ക് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ സ്പീച്ച് നമ്മൾ പോയിന്റുകൾ എഴുതി കൊടുക്കും. ഇപ്പൊ ഒരു പ്രോഗ്രാമിന് പോയാൽ ഇപ്പം 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ട്, 10 വയസ്സ് 9 വയസ്സേ ഉള്ളൂ. അവർക്കൊരു പെട്ടെന്നൊരു പ്രസംഗം അങ്ങനെ പറയാൻ പറ്റാതെ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. പക്ഷെ എങ്കിലും പ്രിപ്പയർ ആവും. അപ്പൊ അതിന് പോയിന്റുകൾ നമ്മൾ കൊടുക്കും. പക്ഷെ ആ പോയിന്റുകൾ കൊടുത്താൽ അവളുടേതായ ഒരു അവതരണ ശൈലിയുണ്ട്. അതാണ് അവളുടെ ഏറ്റവും ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നത്. അത് കൃത്യമായ രീതിയിൽ അവൾ അവതരിപ്പിക്കും സദസ്സിൽ. അതാണ് ഐശ്വര്യന്റെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. മോളുടെ വീഡിയോയില് നെഗറ്റീവ് ഒക്കെ വരാറുണ്ടോ? നെഗറ്റീവ് ഉണ്ടോ ആശാനെ? നെഗറ്റീവ് കമന്റുകള് ആയിഷ നോക്കാറില്ല. ഇല്ല. അപ്പൊ ആയിഷ പറയുന്നത് മറ്റേ 2 മക്കളുണ്ടല്ലോ, അവരാണ് മിക്കവാറും കമന്റ് റിപ്ലൈ കൊടുക്കാറ്. അപ്പൊ ചില നെഗറ്റീവ് കമന്റുകൾ വരും. അപ്പൊ അവർ വന്നിട്ട് പറയാണ് ഇങ്ങനെ ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആയിഷ പറയും 1000 പോസിറ്റീവ് കമന്റ് വന്നാൽ അത് നോക്കരുത്, ഒരു നെഗറ്റീവ് വന്നാൽ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യം ഉണ്ടോ. കുറെ ആൾക്കാർ നല്ല കമന്റുകൾ ഇടുന്നുണ്ടാവും. 1000 എണ്ണത്തിൽ 1 എണ്ണമായിരിക്കും നെഗറ്റീവ് വരുന്നത്. നമ്മൾ അതിന്റെ പുറകെ പോയിട്ട് അതിന് കമന്റ് റിപ്ലൈ കൊടുക്കാൻ പോകും. അതിന്റെ ആവശ്യമില്ല. ഐഷ പറഞ്ഞ അങ്ങനെയാണ്, നല്ല കമന്റുകൾക്ക് റിപ്ലൈ കൊടുക്കുക, മറ്റവിടെ കിടന്നോട്ടെ എങ്ങനെ പറയും. ശരിക്കും ഉണ്ടായിട്ടുണ്ട് ഒരു വിഷയം തന്നെ. നമ്മുടെ ഈ ഡോക്ടർ ബിന്ദുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇരിങ്ങാലക്കുട പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ ഈ മന്ത്രി ബിന്ദുവായിട്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവായിട്ട് ആ സ്റ്റേജിലായിരുന്നു. അപ്പൊ അവിടെ ആ സമയത്ത് ഈ തട്ടം വിഷയം, ഒരു സ്കൂളിലൊരു വിഷയം ഉണ്ടായിരുന്നു. കുട്ടിയെ തട്ടം വിട്ടതിന്റെ പേര് സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നു.
അപ്പോൾ അന്ന് ആ സമയത്ത് ഐഷു സ്റ്റേജിൽ പ്രസംഗിച്ച സമയത്ത് എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ സംസാരിച്ചു, ഈ തട്ടമിട്ട എന്നെ കണ്ട് നിങ്ങൾക്ക് പേടി തോന്നുന്നുണ്ടോ? അങ്ങനെ പേടിക്കേണ്ട ഒന്നല്ല അത് നമ്മുടെ കാഴ്ചയുടെ ആണ്, നമ്മുടെ കാഴ്ചയുടെതല്ല, കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് പ്രസംഗിച്ചായിരുന്നു. അത് പിന്നെ ശരിക്കും വൈറലായത്. ചാനലുകാർ, റിപ്പോർട്ടർ ചാനൽ, അതുപോലെ ഏഷ്യാനെറ്റ്, മീഡിയ വൺ, എല്ലാ ചാനലുകാരും വീട്ടിൽ വന്നായിരുന്നു ഇൻ്റർവ്യൂ എടുക്കാനൊക്കെ. അപ്പം അതിനുശേഷം ഇതൊരു മതപരമായ ഒരു രീതിയിൽ വേർതിരിച്ചുകൊണ്ട് കുറേ നെഗറ്റീവ് കമൻറ്റുകൾ വന്നു. ശരിക്കും അവിടെ ആയിഷ പറഞ്ഞ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഇതിലല്ല പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് ആർക്കും ഇഷ്ടമുള്ള വേഷം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇഷ്ടമുള്ള ധരിക്കട്ടെ, ധരിക്കാതിരിക്കട്ടെ. പക്ഷെ ആയിഷിന് അന്നേരം തട്ടമില്ല. ആയിഷ് തട്ടയിടാതെയാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ആയിഷിൻ്റെ നിലപാടെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് തട്ടമിട്ടും തട്ടമിടാതെയും ഒക്കെ ആൾക്കാർ ജീവിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുക്കുക, പരസ്പരം സ്നേഹിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റോടെ ജീവിക്കുക എന്നൊരു സന്ദേശമാണ് ആയിഷ ഇവിടെ കൈമാറിയത് ആ വലിയ സ്റ്റേജിൽ. സോഷ്യൽ മീഡിയയിലെ തരംഗമായിരിക്കുന്ന നമ്മുടെ ഐഷക്കുട്ടിക്കും ആശാനും ഇത്രയും സമയം, നിങ്ങളുടെ ഇത്രയും സമയം ഞങ്ങളുടെ AK വ്ളോഗ്സിന് വേണ്ടിയിട്ട് ചെലവഴിച്ചതിൽ ഒത്തിരി നന്ദി. മോള് ആഗ്രഹിക്കുന്ന പോലെ വലിയ ഉയരങ്ങളിൽ എത്തട്ടെ. നല്ല വലിയ പ്രാസംഗികരാണ്. അപ്പൊ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഞാൻ ഒത്തിരി നാളായിട്ട് ആഗ്രഹിച്ചാണ് ഈ കുഞ്ഞുമായിട്ട് ഒന്ന് കണ്ട് കുറച്ച് സംസാരിക്കണമെന്ന്. അങ്ങനെ അവളെ കാണാൻ പറ്റി, അവളോട് സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.